ഓരോ ദിവസവും സൂര്യൻ ഉദിച്ചു വരുന്നത് നമുക്കൊരായിരം പ്രതീക്ഷകൾ തന്നുകൊണ്ടാണ്. ആ ദിവസം നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞതായിരിക്കും എന്നുള്ള പ്രതീക്ഷ. അപ്പം എല്ലാ ദിവസവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് തുടങ്ങാം ഇവിടെ ഒരു കുഞ്ഞു വ്ലോഗ്. എൻ്റെ സൺഡേ വ്ലോഗാണ്. അപ്പോൾ അതിൽ ഞാൻ സാധാരണയായിട്ട് സൺഡേസിൽ ഞാൻ ചിക്കനോ മട്ടനോ ഒക്കെയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറ്. ഇന്ന് മട്ടൺ വെച്ചിട്ടുള്ള നല്ല അടിപൊളി വറുത്തരച്ച കറിയുടെ ഒരു റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കേട്ടോ. മോള് രാവിലെ തന്നെ നല്ല കളിയിലാണ്. അപ്പം ഞാൻ ചൂലും എടുത്ത് അടിച്ചു വരാനായിട്ട് വന്നപ്പോൾ ആൾ എന്നെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അടിച്ചു വരാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. പിന്നെ നിർബന്ധിച്ചപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കണം ഇതുപോലെ അവരുടെ കളിച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കാനായിട്ട്. അപ്പോഴാണ് അവർക്ക് നല്ലൊരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുക. അവർ കളിച്ച സാധനങ്ങളൊക്കെ എപ്പോഴും ക്ലീനാക്കി എടുത്ത് വയ്ക്കണം എന്നുള്ളത്. ഇത് മോളുടെ ഒരു പ്ലേ ഹൗസ് ആണ് കേട്ടോ. മോൾക്ക് ബർത്ത്ഡേക്ക് അവൾ വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് വാങ്ങിക്കൊടുത്തൊരു സാധനമാണ്. പക്ഷെ നല്ല യൂസ്ഫുൾ ആട്ടോ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാനിത് എപ്പോഴും ചെയ്യുന്നത് പോലെ വലിയൊരു ദോശക്കല്ല് വെച്ചിട്ട് എളുപ്പത്തിൽ ഒരുപാട് ദോശകൾ ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ്. അപ്പം നമുക്ക് ഒരു ദോശക്കല്ലിൽ തന്നെ 3 ദോശയൊക്കെ അറ്റ് എ ടൈം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാമല്ലോ. ഒരു ദോശ ചുട്ട് നമ്മൾ വീണ്ടും ഒരു ദോശ ചുട്ട് ഒരുപാട് ടൈമും അതുപോലെ തന്നെ നമ്മൾ ഗ്യാസൊക്കെ ഒരുപാട് കളയണം. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് വേഗം തന്നെ ഒരുപാട് ദോശകളൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ തട്ടുദോശയാണ്. തട്ടുദോശ എന്ന് വെച്ചാൽ പ്രത്യേകതയൊന്നുമില്ല. ഞാൻ സാധാരണ ഉഴുന്ന് ദോശയുടെ മാവ് വെച്ചിട്ട് ഒരുപാടൊന്നും എടുക്കാതെ തന്നെ ഇതുപോലെ ചുട്ടെടുക്കാറാണ് പതിവ്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും ദോശ കഴിക്കാനായിട്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റുള്ള ദോശയായിരിക്കും. അതുപോലെ തന്നെ ചട്നിയുടെയും തക്കാളി ചട്നിയുടെയും ഒക്കെ കൂടെ സാമ്പാറായാലും കുഴപ്പമില്ല. നല്ലൊരു കോമ്പിനേഷനാണ് ഈ തട്ടുദോശ. അപ്പം ഞാൻ ഇന്ന് തലേന്ന് വെച്ചിട്ടുള്ള ചിക്കൻ കറി വെച്ചിട്ടാട്ടോ ഈ ദോശ കഴിക്കുന്നത്. ചിക്കൻ കറിയുടെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ദോശകൾ ഒന്നിച്ച് ചുട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്ലേറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പ്ലേറ്റിൽ തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കഴിയും. അപ്പോൾ മക്കൾക്കൊക്കെ നമ്മൾ വാരിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഫുഡ് കഴിക്കും. അല്ലാതെ പകുതി കഴിച്ച് പകുതി വേസ്റ്റാക്കി കറിയൊക്കെ ബാക്കി വെച്ച് അങ്ങനെയൊക്കെയാണ് കഴിക്കാറ്. അപ്പം ഞാൻ ഫുഡുമായിട്ട് വരുമ്പോൾ രണ്ടുപേര് രാവിലെ തന്നെ നല്ല കളറിങ്ങിലാണ്. എന്താണാവോ വരയ്ക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതാ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനല്ല കേട്ടോ, മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇതാ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ട്. തലേ ദിവസം രാത്രി വെച്ച ചിക്കൻ കറിയാണേ. ആദ്യമൊന്നും ഞാൻ ഇതുപോലെ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഉഴുന്ന് ദോശയൊന്നും കഴിക്കാറില്ല. നമ്മളെപ്പോഴും ചട്നിയൊക്കെ കൂട്ടിയിട്ടല്ലേ കഴിക്കാറ്. അപ്പോൾ ഒരു തവണ ഞാൻ ഇതുപോലെ ഒരു ഹോട്ടലിലോ മറ്റോ പോയ ടൈമിൽ ഇതുപോലെ തട്ടുദോശയും ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലെ ചിക്കൻ കറി ബാക്കി വന്നാൽ ദോശമാവും ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ദോശ ചുട്ടിട്ട് ട്രൈ ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ മോക്കും ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. ആൾ വേഗം ഫുഡ് കഴിച്ചിട്ട് വായൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അവൾ. അപ്പോൾ പിന്നെ എന്താ, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ മട്ടനാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വറുത്തരക്കുമ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ തേങ്ങ വറുക്കുന്ന ടൈമിൽ ചേർത്തിട്ടാണ് ചെയ്തെടുക്കാറ്. അല്ലാതെയും ചെയ്യാം. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. മട്ടനൊക്കെ വാങ്ങാൻ ഏട്ടൻ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു ടൈം ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ്. ഇതൊക്കെ നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇരിക്കണം എന്ന് തോന്നിയാൽ നമ്മൾ ഇതുപോലെ ഉള്ളിയൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു റെസ്റ്റ് എടുക്കലും ആവും, ഉള്ളിയൊക്കെ ക്ലീനായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏട്ടൻ വരുന്ന ആ ഒരു ടൈമിലേക്ക് തേങ്ങയൊക്കെ വറുത്ത് വെക്കാമെന്ന് കരുതി. ഇത് ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് വാങ്ങിയൊരു മരത്തിൻ്റെ തവിയാട്ടോ. കാണാനൊരു സ്റ്റൈൽ ഉണ്ടായതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ ഒരുവിധം വറന്ന് വരുന്നത് വരെ നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആയി തുടങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നല്ലവണ്ണം ചേർത്തോളൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറിവേപ്പില ചേർക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയ സൈസിലുള്ള ചെറിയുള്ളി ആണെങ്കിൽ അരിഞ്ഞ് ചേർക്കണ്ട കേട്ടോ, മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അല്പം വലിയ ചെറിയുള്ളി ആയതുകൊണ്ട് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം.
അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയാണ്. പച്ചമല്ലി ആയാലും കുഴപ്പമില്ല, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലി ആയാലും കുഴപ്പമില്ല. പൊടിയല്ല കേട്ടോ, മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അവസാനം തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടുള്ള മല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ വറന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. നമ്മുടെ മട്ടനൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യമായ വലിയ ഉള്ളിയാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം. അതിനിടയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. നമ്മൾ വീട്ടമ്മമാരൊക്കെ ഇങ്ങനെ തന്നെയല്ലേ, മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വീട്ടമ്മമാരെന്ന് മാത്രമല്ല കുക്ക് ചെയ്യുന്ന ആരായാലും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടൈം അറ്റ് എ ടൈം ഒരുപാട് ജോലികൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ അതൊക്കെ ചെയ്യൂലേ. എന്താ പറയുക, കുക്കിങ്ങും ചെയ്യും, നമ്മൾ ക്ലീനിങ്ങും ചെയ്യും, എല്ലാം അങ്ങനെ ആയാലേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയൊക്കെ ഒതുക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇതുപോലെ തേങ്ങയൊക്കെ വറുത്ത് കഴിഞ്ഞ് ഉള്ളി അരിയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ടൈം അതുപോലെ വേസ്റ്റായി പോവുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ തേങ്ങ വറന്ന് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്ക് തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മട്ടനും കൊണ്ട് ഏട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ തേങ്ങ വറുത്തരക്കുന്നതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടാണ് മട്ടൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വന്ന് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് ഇത് ഒന്നുകൂടെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വേഗം ഞാൻ കുക്കറും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ വേഗം ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാമല്ലോ. ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് മട്ടനും ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഒരു കുക്കർ കൂടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ മട്ടൻ കറി ചെയ്തെടുത്താൽ ടേസ്റ്റ്. നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ ചെയ്തെടുക്കുന്നതിനേക്കാളും നാടൻ വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്താലാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഞാനിപ്പോൾ ഏകദേശം 1 കിലോ മട്ടന് ഒരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 5-6 ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഒരു ഉള്ളിയുടെ സൈസ് പോലെ നമുക്ക് വേണ്ട മസാലയൊക്കെ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റുന്ന ടൈമിൽ അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ അതായത് തേങ്ങ ഫുള്ളായിട്ട് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ലോ ഫ്ലെയിം, അതായത് എൻ്റെ ഗ്യാസ് അടുപ്പിൽ ലോ ഫ്ലെയിം എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഒന്നും ഇത് കരിഞ്ഞു പോകാതെ നമുക്ക് നല്ലവണ്ണം വറന്ന് കിട്ടും. അപ്പോഴല്ലേ നല്ല കളർ ഉണ്ടാവാം മട്ടൻ കറിക്ക്. ഇവിടെ നല്ല കളറ് വേണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. മട്ടൻ കറി എന്ന് പറഞ്ഞാൽ അതൊരു തരം എന്താ പറയുക, ചിക്കൻ കറിയുടെ കളർ ഉണ്ടാവാൻ പാടില്ല, അതിനേക്കാളും നല്ല ഡാർക്ക് ആയിരിക്കണം എന്ന് ഏട്ടന് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ ഞാനത് നല്ലവണ്ണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് വേറെ മട്ടൻ മസാലയൊന്നും ചേർത്തിട്ടില്ലല്ലോ, പൊടികളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഉള്ളി ഇപ്പോൾ വഴന്ന് വരുന്നുണ്ട്. ഉള്ളി അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ സെറ്റാക്കി വെക്കും സാധാരണയായിട്ട്. കാരണം വെച്ചാൽ നമുക്ക് എന്തായാലും അറിയാമല്ലോ, സൺഡേ നമ്മൾ ബിരിയാണിയോ അങ്ങനെ ചിക്കൻ കറി അങ്ങനെ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും ചേർത്തിട്ടുണ്ട്, അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അത് ഒരു ലോ ഫ്ലെയിമിൽ മാറ്റിയ ശേഷം ഞാൻ മട്ടൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. മട്ടൻ ആകുമ്പോൾ നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മട്ടൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ല. അപ്പം നല്ലവണ്ണം ഞാനിത് കഴുകിയെടുക്കുന്നുണ്ട്. ഒന്നുകിൽ വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ചേർത്തിട്ട് വേണം നമ്മൾ മട്ടൻ ഒന്ന് കഴുകിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ മട്ടൻ്റെ ആ ഒരു ഉളുമ്പ് മണം മാറിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ അല്പം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ, എന്നിട്ടാണ് കഴുകിയെടുക്കുന്നത്. മട്ടൻ ഞാൻ മട്ടനെ പറ്റി പറയാൻ പോകുമ്പോൾ ഇത് പുള്ളിക്കാരി എൻ്റെ തൊട്ടടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ മോള് തന്നെ അതായത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട് വോയിസ് കേട്ട് നോക്കുമ്പോൾ. അപ്പം ഞാനതെൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. ഒരു കുഞ്ഞിൻ്റെ എന്താ പറയുക, അവൾ മട്ടൻ കറി ഉണ്ടാക്കുന്ന അവളുടെ ഭാഷയാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ തേങ്ങ വറുത്തരച്ചതിലേക്ക് നമ്മളിപ്പോൾ തേങ്ങ വറുക്കുന്നതിലേക്ക് നമ്മൾ അവസാനമായിട്ട് മട്ടൻ മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ലോ ആണ് എൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്നൊന്നും കരിയില്ല. അപ്പോൾ ഞാനത് വെച്ചിട്ട് തന്നെയാണ് മട്ടനൊക്കെ കഴുകാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് മട്ടൻ മസാല കൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഇപ്പോൾ വഴന്ന് വന്നില്ലേ, ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി കൂടിയാണ്. നമ്മളിപ്പോൾ ഉള്ളി, ചെറിയുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഇത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഉള്ളി വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയുമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ മട്ടൻ കറി ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുമല്ലോ, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ഈ കറിയിൽ പച്ചമുളക് ചേർത്തിട്ടില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഏട്ടനെ അറിയണ്ട കേട്ടോ ഞാനിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല എന്നുള്ളത്. പറഞ്ഞാൽ പറയും അതുകൊണ്ടാണ് ആ കറിക്ക് ഇത്തിരി ടേസ്റ്റ് കുറവെന്ന് പറയും. അപ്പോൾ നമ്മൾ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഉള്ളി വഴറ്റുന്ന ടൈമിൽ. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചില മട്ടന് വേവ് കുറവായിരിക്കും, ചിലതിന് ഇച്ചിരി കൂടുതൽ വേവാനായിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ ഈ സൺഡേയിലൊക്കെ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് കുക്കിങ്ങൊക്കെ ഫിനിഷ് ചെയ്തിട്ട് കിച്ചണിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആവാം കേട്ടോ. നമ്മളിതുപോലെയുള്ള ഉള്ളിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ പോക്കി വയ്ക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കുക്കിംഗ് ചെയ്തെടുക്കാം. ഞാൻ മിക്കപ്പോഴും അങ്ങനെയാണ് ചെയ്തെടുക്കാറ്. ഇപ്പം നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ വറുത്തരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഹോൾ സ്പൈസസ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഏലക്കായും ഗ്രാമ്പുവും പട്ടയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇപ്പം ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. വറുത്തരച്ച ചിക്കൻ കറി ആയാലും മട്ടൻ കറി ആയാലും അതിൽ നിന്ന് ആ ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട, ഉരുളക്കിഴങ്ങൊക്കെ മുഴുവനായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ആ ഒരു കുക്കർ നമ്മൾ അടച്ച് വെക്കുമ്പോൾ തന്നെ ബാക്കിയൊക്കെ ഉരുളക്കിഴങ്ങ് കുക്കായിക്കോളും. അപ്പോൾ ഇത് അത്യാവശ്യം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താണ്, നല്ല പൊളിച്ച ടേസ്റ്റുള്ള നല്ല നാടൻ വറുത്തരച്ച മട്ടൻ കറിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെന്താ, സൺഡേ ആകുമ്പോൾ പ്രത്യേകിച്ച് ക്ലീനിങ് വർക്കോ അങ്ങനെ വേറെ എക്സ്ട്രാ ജോലികളൊന്നും ചെയ്യാത്തൊരു ദിവസമാണ് സൺഡേ. അപ്പോൾ ഇന്നത്തെ സൺഡേ ഞങ്ങൾ കുറച്ച് പെയിൻറ്റിങ് വർക്കും ആയിട്ടാണ് പോയിട്ടുള്ളത്. ഞാനപ്പോൾ ഫുഡിൻ്റെ ജോലിയൊക്കെ തീർക്കുന്ന ആ ഒരു ടൈമിൽ ഏട്ടൻ പെയിൻറ്റിങ്ങിൻ്റെ ജോലിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ ടൈമിൽ ഞങ്ങൾ ഈ ഒരു ഏരിയ, ഇതെന്ന് പറയുന്നത് വീടിൻ്റെ നേരെ പിറകിലുള്ളൊരു സ്പേസാണ്. വീടെടുത്തതിന് ശേഷം വാങ്ങിയ ഒരു സ്പേസ് ആയതുകൊണ്ട് ഇതിങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ഒരു ഏരിയ ഇങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ കാർ പാർക്കിംഗ് ഏരിയ എന്നോ കിഡ്സ് പ്ലേ ഏരിയ എന്നോ അങ്ങനെ എന്താ വേണ്ട വെച്ചാൽ വിളിക്കാം കേട്ടോ. നമ്മുടെ അല്ലറ ചില്ലറ എന്താ പറയുക, നമ്മുടെ വണ്ടി വയ്ക്കുന്നതും കുട്ടികൾ കളിക്കുന്നതും ഇച്ചിരി ചെടികളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഏരിയ ഫുള്ളായിട്ടൊരു ഗ്രേ കളർ പെയിൻറ്റാണ് കൊടുത്തത്. ഇനിയിപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വൈറ്റ് അടിക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ പെയിൻ്റ് അടി അങ്ങനെ നടക്കുമ്പോൾ തന്നെ ടൈം ഒന്നും പോയത് അറിയുന്നില്ല. പെയിൻ്റ് അടിച്ചടിച്ചടിച്ച് അവസാനം ഞങ്ങളൊരു 5 മണി ആയപ്പോഴാണ് ഫുഡ് അടിക്കാൻ വേണ്ടി വരുന്നത്. വിശപ്പൊന്നും ആർക്കും തന്നെ തോന്നിയേയില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുക ഒരുപാട് ലേറ്റ് ആയപ്പോൾ ഇനിയും കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൺ ആട്ടോ ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ എന്താ, ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. നമ്മുടെ ജീവിതത്തിലെ ഒരു മനോഹരമായ ഒരു ദിവസം കൂടെ അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.